ആദ്യം എനിക്ക് ഈ ഗൂഗിൾ അപ്പോൾ നോക്കി കറക്റ്റ് പോകാനോ അത് കൈകാര്യം ചെയ്യാൻ അറിയില്ല. ഈ ഫോണുമായിട്ട് തന്നെ കുറച്ചായുള്ളൂ. ഞാനിട്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെയാണോ എടുത്തിരുന്നത് അതുപോലെ ഓരോരുത്തർ പറയുമായിരുന്നു അത് ആ സ്ഥലപ്പേരിട് ഇതൊന്നും ടൈപ്പ് ചെയ്ത് ഇതിലത് ഏത് രീതിയിലത് സ്ഥലപ്പേര് എഴുതേണ്ട എങ്ങനെയാണെന്ന് എനിക്ക് അറിയണ്ടേ. ഞാൻ നേരെ എടുക്കും അങ്ങോട്ട് ഇടും. അതുവരെ പറഞ്ഞു തന്നെ ഈ സമയമാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ ഇട്ട് കൊടുക്കും, എനിക്ക് പറഞ്ഞു തരും ഇന്നടത്ത് നിന്ന് ഇന്നടത്തേക്ക് തിരിയുക. സ്വാമി ഇപ്പോഴത്തെ റൂട്ട് കറക്റ്റ് ആണ്. അത് മാത്രം അറിഞ്ഞാ മതി. അത് കറക്റ്റ് റൂട്ടാ. ഇനി കറക്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാം സ്വാമി? കറക്റ്റ് 3 നോക്കട്ടെ കിലോമീറ്റർ ഒന്ന് ഞാൻ നോക്കട്ടെ എത്രയുണ്ട് എന്നുള്ളത്. 3 കിലോമീറ്റർ സ്വാമി ഇപ്പൊ ഉള്ളെടുക്കുന്ന കറക്റ്റ് എത്ര ദൂരത്തിലാണ് ഞാനതൊന്ന് അളക്കട്ടെ. ഏകദേശം ഒരു സുമാറൊന്ന് അളന്ന് നോക്കാലോ. ഇപ്പം 2.2 2.4 ഏകദേശം 2.4 2.6 ഏകദേശം 2.6 ആ പരിസരത്താണ് ലക്ഷ്മി നരസിംഹമൂർത്തി ടെമ്പിൾ ഉണ്ട്. 2 അടുപ്പിച്ച് ടെമ്പിൾ ഉണ്ട് കേട്ടോ. 70 മീറ്റർ കടന്ന് വലത്തേക്ക്. പിന്നെ നേരെ ഇനി വലത്തോട്ടേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജംഗ്ഷൻ ഒരൊറ്റ റോഡാണ്, ക്രോസ് റോഡ്. ഒരു 10 മിനിറ്റിനുള്ളിൽ അമ്പലം എത്താൻ പറ്റും കേട്ടോ. ഈ റോഡിലാണ് ക്ഷേത്രം ഉള്ളത്? അത് ഹൈവേയിലോ? ഹൈവേയിൽ കയറിയതിന് ശേഷമാണ് ക്ഷേത്രം ഉള്ളത്. ഹൈവേയിൽ കയറിയതിന് ശേഷം എത്ര ഉണ്ടാവും ദൂരം? അത് കുറച്ചേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ സ്വാമി 33 ഒരു 45-നുള്ളിൽ അവിടെ എത്തും. 10 മിനിറ്റേ ഉള്ളൂ? അതിന്റെ ഉള്ളിൽ എത്തും. അങ്ങനെയാണെങ്കിൽ നല്ല സൗകര്യത്തിന് ഒരു 3-4 കിലോമീറ്ററിന്റെ ഉള്ളിൽ ക്ഷേത്രം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാം. അത് ഞാൻ നോക്കാം. ആദ്യം കർപ്പൂരാരാധന കഴിയട്ടെ. പിന്നെ അവിടെ എത്തട്ടെ. കർപ്പൂരാരാധന കഴിഞ്ഞിട്ട് അവിടെ എന്നോട് നിൽക്കാൻ പറഞ്ഞാലും നിൽക്കും ഞാന്. സ്വാമിയേ ശരണയ്യപ്പ. എന്നാ ശരി. ശരണയ്യപ്പ.